ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, കോഡിങ് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറേ നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം കിട്ടി. MIT ആപ്പ് ഇൻവെൻ്റർ എന്ന് പറഞ്ഞിട്ട് സൈറ്റ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി. സംഭവം കൊള്ളാം, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, Massachusetts Institute of Technology. ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുറേ പിള്ളേർ മീൻസ് കുറേ ചേട്ടന്മാർ അങ്ങനെ ഉള്ളവർ, അവർ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റാണ് എന്താണ് MIT ആപ്പ് ഇൻവെൻ്റർ എന്നുള്ളത്. അപ്പോൾ അത് ഒരു സിമ്പിൾ യൂസർ ഇൻ്റർഫേസിൽ ഒരു നോർമൽ യൂസറിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റിയ കുറേ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ MIT ആപ്പ്. നല്ലതായിട്ട് തോന്നി. അപ്പോൾ അത് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ നമുക്കൊട്ട് വൈപ്പിക്കേണ്ട, നേരെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. ഞാനിവിടെ എഡ്ജാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് എഡ്ജ് നല്ലൊരു ബ്രൗസറാണ്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ആപ്പ് inventor.mit.edu എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് അല്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അതിന് ശേഷം ഞാൻ വേണമെന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അവിടെ നിന്ന്. പിന്നെ ക്രിയേറ്റ് ആപ്സ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ അക്കൗണ്ട് വെച്ച് നിങ്ങൾ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ക്രീനിലോട്ട് കൊണ്ടുപോകും. അതല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ പേജ് കാണും. ഓക്കെ, ആപ്പ് ഇൻവെൻ്റർ.mit. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അവിടെ ഈ അക്സെപ്റ്റ് ടേംസ് ഓഫ് സർവീസ് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുത്തേക്കുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം ക്ലോസ് കൊടുക്കുക. അക്കൗണ്ടിലേക്ക് പോവുക. അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ പ്രൊജക്റ്റ് നെയിം നമ്മൾ എന്താ കൊടുക്കുക? ട്യൂട്ടോറിയൽ. ട്യൂട്ടോറിയൽ. ഓക്കെ, ട്യൂട്ടോറിയൽ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സമ്മർ അപ്പിയറൻസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തേക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരും അതിൻ്റെ ഒരു ലോഗോ. അപ്പോൾ നമുക്കൊരു ലോഗോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമേജാണ്. അപ്പോൾ ഇമേജ് ഓക്കെ, ഇമേജ് എടുത്തിടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഈ സ്ക്രീൻ ഇത് നമുക്ക് സെൻറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് ഇവിടെ, അതായത് ഇവിടെ സ്ക്രീൻ കമ്പോണൻസ് സ്ക്രീൻ 1, അതിനുശേഷം ഇവിടെ അലൈൻ ഹൊറിസോണ്ടൽ, അത് സെൻറ്റർ, അലൈൻ വെർട്ടിക്കൽ, സെൻറ്റർ. ഓക്കെ, നമുക്ക് ഇവിടെ ഇമേജ് വേണം, ഇമേജ് കൊടുക്കണം. ഇമേജ് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ, ഇവിടെ പിക്ചർ. ഓക്കെ, പിക്ചർ നൺ മാറ്റിയിട്ട് നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫയൽ മാനേജറിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ ഇമേജ് ലോഗോ, ഫോക്സ് വാഗൻ്റെ ലോഗോ ഇവിടെ. ഓക്കെ, ശരി, കൊണ്ടിട്ടിട്ട് ഓക്കെ അടിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോക്സ് വാഗൻ്റെ ലോഗോ നമ്മൾ ജസ്റ്റ് ഇത് കോപ്പിറൈറ്റ് ഒന്നും എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ലോഗോ നമ്മൾ കൊണ്ടിട്ടു. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ലോഗോ ആണെന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു ബട്ടൺ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഒരു ബട്ടൺ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, വേറൊരു ബട്ടൺ. ഓക്കെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടൺ കസ്റ്റമൈസ്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ബട്ടൺസ് ഇല്ലാതെ നമുക്കൊരു ടാസ്ക് അസൈൻ ചെയ്യാം. അപ്പോൾ ഈ ബട്ടണിൽ നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതൊരു ലാൻഡ്സ്കേപ്പിംഗ് ഇമേജ്. ഈ ബട്ടൺ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗോ മാറിയിട്ട് നമുക്കൊരു ലംബോർഗിനിയുടെ ലോഗോ ആണ്, അത് അതാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജിൻ്റെ അകത്ത് ഫയൽ അപ്ലോഡ് ചെയ്യുക, ഫയൽ ചൂസ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ഇറ്റ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇനി ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇമേജാണ് ലംബോർഗിനിയാണ്. അതേസമയം നമ്മളിപ്പോൾ ബട്ടൺ ഫസ്റ്റ് വരേണ്ട ഇമേജ് എന്ന് പറഞ്ഞാൽ ഫോക്സ് വാഗൺ. ഓക്കെ, ഇനിയിപ്പോൾ ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ, ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ വരേണ്ടത്? ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇമേജ് വരണം. ഓക്കെ, അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ഇമേജ് ജസ്റ്റ് ഡ്രാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലാണ് ഡ്രാഗ്. ഓക്കെ, ശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇനീഷ്യൽ ഇമേജ് എന്താ? OIP.jpg ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ബട്ടണ്
ബട്ടൺ ഒരു ടാസ്ക് അസൈൻ. അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ബട്ടൻ്റെ പേര് മാറ്റിയിട്ട് നമ്മൾ എന്താ കൊടുക്കുക, ലെറ്റ്സ് ചേഞ്ച് ടു ക്ലിക്ക് ഫോർ ഓക്കെ, ക്ലിക്ക് ഫോർ ലെംബോർഗിനി. ഓക്കെ, ഇനി നമുക്ക് ബട്ടൺ 2ൻ്റെ ടെക്സ്റ്റ് മാറ്റാം. ഓക്കെ, ബട്ടൺ 2ൻ്റെ ടെക്സ്റ്റ്. ഓക്കെ, ക്ലിക്ക് ഫോർ ലാൻഡ്സ്കേപ്പ്. ക്ലിക്ക് ഫോർ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ലെംബോർഗിനിയുടെ സിമ്പിൾ ആവണം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ലാൻഡ്സ്കേപ്പിൻ്റെ ഇമേജ്. അപ്പോൾ ഇത് ബട്ടൺ 1, ബട്ടൺ 2. ബട്ടൺ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെംബോർഗിനി, ബട്ടൺ 2ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നമുക്കിനി അത് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ബ്ലോക്കിൽ പോയിട്ട് ഇവിടെ ബട്ടൺ 1. ഓക്കെ, ബട്ടൺ 1നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഓക്കെ, ബട്ടൺ 2ൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ഇമേജ് മാറണമെങ്കിൽ ഇമേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് 1 സെറ്റ് ഇമേജ് 1 ഡോട്ട് പിക്ചർ 2. ഓക്കെ, ഈ പിക്ചർ ഇവിടെ കൊണ്ടിടുക. ഇത് നമുക്ക് എന്താ ജസ്റ്റ് കോപ്പി ചെയ്യാം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇമേജ് മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് 1 പിക്ചർ, ഇമേജ് 1 ഡോട്ട് പിക്ചർ. ഓക്കെ, ഇമേജ് 1 ഡോട്ട് പിക്ചർ, അതിലെ പിക്ചർ 2 OIP download.jpg. ഡൗൺലോഡാണ് നമ്മുടെ ലെംബോർഗിനിയുടെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ OIP.jpg ABC, അതായത് നമ്മുടെ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഇത് ബട്ടൺ 1നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെംബോർഗിനി, ബട്ടൺ 2നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇത് ബട്ടൺ 1 ലെംബോർഗിനി, ബട്ടൺ 2 ലാൻഡ്സ്കേപ്പ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ബേസിക്കലി ഇവിടെ സെറ്റായി. ശരിയായി. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ ചെയ്യാം, ഒരു ബട്ടൺ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ, നമ്മളൊരു ബട്ടൺ ജസ്റ്റ് ഡ്രാഗ് ഡ്രോപ്പ് സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലെന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇമേജ് ഇൻവിസിബിൾ ആകും, ഇമേജ് എടുത്ത് കളയണം. ഓക്കെ, ഇമേജ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ സംഭവം ഈ ബട്ടൺസ് മാത്രമാകും. ഓക്കെ, അപ്പോൾ ബട്ടൺസ് മാത്രം അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, here to wait അങ്ങനെയാണ് അത്ര ലോങ് ക്ലിക്ക് ടു ഇറേസ് ഇമേജ്, ക്ലിക്ക് ഹിയർ ടു ഇറേസ് ഇമേജ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ബ്ലോക്കിൽ പോയിട്ട് ബട്ടൺ 3. ഓക്കെ, ബട്ടൺ 3 ആണത്. അപ്പോൾ വെൻ ബട്ടൺ 3 ഡോട്ട് ക്ലിക്ക് എന്താ ചെയ്യേണ്ടത്, സെറ്റ് ഇമേജ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അത് ഇറേസ് ചെയ്യണം, അതായത് ഇൻവിസിബിൾ ആകും. അന്നേരം നമ്മളിവിടെ വിസിബിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. ഓക്കെ, അന്നേരം ഇത് ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഓക്കെ, ടു വേസ്റ്റ് ബാസ്കറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വിസിബിലിറ്റി, അതായത് കാണണ്ടേ, വിസിബിൾ ട്രൂ, അതായത് ഇവിടെ ലോജിക് ഉണ്ട്, ട്രൂ ഫോൾസ് നോട്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അത് നിങ്ങളുടെ ലോജിക്ക് എടുക്കുക. ഇവിടെ നമുക്ക് ഇൻവിസിബിൾ ആകും. അന്നേരം വിസിബിൾ ഫോൾസ്, വിസിബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. ഓക്കെ, അതായത് ഇൻവിസിബിൾ ആവും, ഇൻവിസിബിൾ ട്രൂ. അതായത് അതേസമയം ഇവിടെ നമ്മൾ ഫോൾസ് മാറ്റി ട്രൂ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ഈ ക്വിക്ക് ഇറേസ് ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഇമേജ് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇനി നമുക്ക് അത് ഇൻവിസിബിൾ ആയി. ഓക്കെ, ഇൻവിസിബിൾ ആയി. പിന്നെ നമ്മൾ ബട്ടൺ നോക്കും, അതേ ക്ലിക്ക് ചെയ്താൽ വിസിബിൾ ആവത്തില്ല, ജസ്റ്റ് അതിൻ്റെ ഇമേജ് മാർക്ക് നമുക്കത് വിസിബിൾ ആക്കും. ആ ഇമേജ് വിസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഫോൾസ് മാറ്റി ട്രൂ ആക്കിയിട്ട് നമ്മളെന്താ ഇതിൻ്റെ കൂടെ കൊണ്ടിടുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഇതിൻ്റെ കൂടെ കൊണ്ടിടുക. സിമ്പിൾ, അത്ര കാര്യമുള്ളൂ. ഓക്കെ, അന്നേരം നമ്മളിപ്പോൾ ബട്ടൺ 3 ക്ലിക്ക് ചെയ്ത് ഈ ബട്ടൺ 3 ക്ലിക്ക് ചെയ്ത് ഇൻവിസിബിൾ ആക്കി. ഓക്കെ, അതിനുശേഷം പിന്നെ ചെയ്യുമ്പോൾ അത് വിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വിസിബിൾ ആകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ റെഡിയായി. ഓക്കെ, ആപ്ലിക്കേഷൻ സെറ്റായി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് വർക്കിംഗ് ആവും ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്കിവിടെ ഒന്നെങ്കിൽ ബിൽഡ് ക്ലിക്ക് ചെയ്ത് ആൻഡ്രോയിഡ് APK ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, APK ഫയൽ നമ്മൾ ജസ്റ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന APK ഫയൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിപ്പയറിംഗ് ആണ്. ഓക്കെ, ഈ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ വേണേൽ ഡൗൺലോഡ് ചെയ്യാം. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ PC-യിലല്ലേ ലാപ്ടോപ്പിലും ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് തൽക്കാലം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സംഭവം ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, അതിൻ്റെ അകത്ത് MIT A12 കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് ഈ വെബ്സൈറ്റിൽ ഉണ്ട്. ഓക്കെ, സ്കാൻ QR കോഡ് ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക.
ഓക്കെ, അലോ കൊടുത്തതിന് ശേഷം നമ്മുടെ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തേക്കാം. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് നേരം പ്രോസസ്സിംഗ് ആവും. നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പെട്ടെന്ന് വരും എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ശരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ഇവിടെ ക്ലിക്ക് ഫോർ ലംബോർഗിനിയായി ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലിക്ക് ഫോർ ലാൻഡ്സ്കേപ്പായി, ക്ലിക്ക് ടു ഇറേസ് ഇമേജ് ഇൻവിസിബിളായി. ഓക്കെ, പിന്നെ ക്ലിക്ക് ഫോർ ലംബോർഗിനി, ക്ലിക്ക് ഫോർ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ക്ലിക്ക് ടു ഇറേസ്, ക്ലിക്ക് ഫോർ ലാൻഡ്സ്കേപ്പ്, ക്ലിക്ക് ഫോർ ലംബോർഗിനി. സംഭവം വർക്കിംഗ് ആണ്, നമ്മുടെ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ സംഭവം ഇത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകും. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റെഡിയായി. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ റെഡിയായി. ഇവിടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇനി അതിൻ്റെ APK ആണെന്നുണ്ടെങ്കിൽ ബിൽഡ് ആൻഡ്രോയിഡ് APK ജസ്റ്റ് കിട്ടും. അതിന് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റു കുറച്ച് സംഭവങ്ങളുണ്ട്. ഇനി ഇവിടെ നമുക്ക് കൺട്രോൾ, ഓക്കെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇഫ് ദെൻ, അതായത് നമുക്കൊരു കണ്ടീഷൻ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇങ്ങോട്ട് പോകണം, അതിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അങ്ങോട്ട് പോകണം. അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഒക്കെ. ഓക്കെ, പിന്നെ അങ്ങനെ കുറേ സംഭവം. അതുപോലെ നമുക്കിവിടെ മാത്ത് ലോജിക്ക് മുമ്പേ കണ്ടു, ട്രൂ ഫോൾസ് നോട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ മാത്ത്, അതായത് 0. പിന്നെ ഇവിടെ നമുക്ക് 0 മാത്രമല്ല ഏത് നമ്പറും കൊടുക്കാം. ഓക്കെ, അതായത് 0 മാത്രം ഏത് നമ്പറും കൊടുക്കാം. പിന്നെ ഡെസിമൽ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കുറേ സംഭവമുണ്ട്. അതായത് ബിറ്റ് വൈസ് ആൻഡ് റാൻഡം ഇൻറ്റീജർ, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, സൈൻ പോസ്റ്റ് ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ്, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ്, അതുപോലെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സീക്വൻസ് എന്നാണ് പറയുന്നത്. ഒരു ബാഗിൻ്റെ അകത്ത് നമ്മൾ കുറേ ആപ്പിൾ എടുത്തു, അതുപോലെ ഒരു ആപ്പിൾ നമ്മൾ കൈ പിടിച്ചു. അതുപോലെ ഈ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു നെയിം. പക്ഷേ ഈ ബാഗ് എന്ന് പറയുന്നത് ലിസ്റ്റ്, ഇതിൻ്റെ അകത്ത് കുറേ ആപ്പിൾ അതാണ് ജസ്റ്റ് അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് ലിസ്റ്റിൻ്റെ അകത്ത് ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പേര് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഡിക്ഷണറി എന്ന് പറയുന്നത് കീ വാല്യൂ പേര്. അതായത് നമ്മളൊരു കീ കൊടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബാഗിൻ്റെ അകത്ത് ആപ്പിളിൽ ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, അതുപോലത്തെ കുറേ ടൈപ്പ് ആപ്പിൾ, പിന്നെ ഓറഞ്ച്, അങ്ങനത്തെ കുറേ സംഭവം. അതിനെല്ലാം നമ്മളൊരു ടാഗ് പുറത്തിടുക. അതായത് ആപ്പിളെ ഒരു മൂല ഇട്ടിട്ട് ഒരു ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അതുപോലെ റെഡ് ആപ്പിൾ എന്നൊരു ടാഗ് എഴുതിയിട്ട് പുറത്തോട്ടിട്ടേക്കുക. അന്നേരം നമ്മൾ അങ്ങനെ പിടിക്കുക. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഡിക്ഷണറി എന്ന് പറയുക. പിന്നെ കളർ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വേരിയബിൾ, അതായത് നമുക്കൊരു വേരിയബിൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊസീജിയർ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു ബേസിക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ജസ്റ്റ് കമൻറ്റിലൊക്കെ അറിയിച്ചേക്കും. ഓക്കെ, സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ. പിന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു ടെക്കിൽ ഇൻട്രസ്റ്റ്, അതുപോലെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സും എന്ന് എനിക്കറിയാം, ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എനിക്കറിയാമുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി മറ്റൊരു ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിലും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഇസ്മേഷൻ സൈനിങ് ഔട്ട്.